ബുക്ക് തുറക്കുന്നത് ബാബാജി. എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? ഞാൻ അത്രയും സൂക്ഷിച്ച് ജീവിക്കുക ആ സമയത്ത്. ഈ ആക്സിഡൻറ്റ് എന്തിനായിരുന്നു? അപകടമൊന്നും ഉണ്ടായില്ല. അതും പറഞ്ഞിട്ടാണ് ടെക്സ്റ്റ് തുറക്കുന്നത്. ബാബാജിയും ശിഷ്യരും ഹിമാലയ സാനുക്കളിലൂടെ പോവുകയാണ്. നമുക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നൃത്തം കൊണ്ടോ സംഗീതം കൊണ്ടോ വർണ്ണിക്കാൻ സാധിക്കാത്ത എനിക്ക് എന്താണ് സംഭവിച്ചത്. ഒരു നർത്തകി ട്രാൻസിലേക്ക് കയറുമ്പോൾ നർത്തകിക്ക് ഉണ്ടാവുന്ന മാറ്റവും. അന്ന് വീട്ടിലെത്തിയിട്ട് ഞാനിത് തുറന്നു. ആദ്യത്തെ ബുക്ക് തുറക്കുന്നത് ബാബാജി. ആ പേജാണ് വന്നത്. അതിലേറ്റവും രസം എന്താണെന്നറിയോ? ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് എന്നോടിത് ചെയ്തത്? അല്ലേലേ ഒരു ഇത്രയും കേസുകളും പ്രശ്നങ്ങളും നിൽക്കുന്നു. ഞാനാണെങ്കിൽ എന്താണ് അടുത്തെന്താണെന്ന് അറിയാണ്ട് പോണൊരു വഴിയിൽ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാൻ നിൽക്കുന്ന ഒരു സ്റ്റേജ്. എന്തിനാണ് എന്നോടിത് ചെയ്തത്? ഞാൻ അത്രയും സൂക്ഷിച്ച് ജീവിക്കുക ആ സമയത്ത്. ഈ ആക്സിഡൻറ്റ് എന്തിനായിരുന്നു? അപകടമൊന്നും ഉണ്ടായില്ല. അതും പറഞ്ഞിട്ടാണ് ടെക്സ്റ്റ് തുറക്കുന്നത്. അതിൽ ബാബാജിയും, ഞാൻ വായിച്ചത് പറയാം. ബാബാജിയും ശിഷ്യരും ഹിമാലയ സാനുക്കളിലൂടെ പോവുകയാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ ഒരു വഴിയുണ്ട് അതിൽ. പെട്ടെന്ന് അവർ തീ കൂട്ടിയിട്ട് ശിഷ്യരും ബാബാജിയും ഇരിക്കുന്നു. അതിൽ നിന്നൊരു കമ്പെടുത്ത്, തീയുള്ള ഒരു കമ്പെടുത്ത് ബാബാജി ഒരു ശിഷ്യനെ അടിക്കുന്നു. മറ്റുള്ളവർ ചോദിക്കുന്നു, എന്തിനാണ് അങ്ങ് ഈ ക്രൂരത ചെയ്തത്? എന്തിനാണ് ഈ പ്രവൃത്തി ചെയ്തത്? ബാബാജി അവർക്ക് ഉത്തരം കൊടുക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ വെന്തു മരിക്കുന്നത് കാണാനാണോ നിങ്ങൾക്കിഷ്ടം? അല്ലെങ്കിൽ അവന് തീ പൊള്ളുക എന്നത് അവൻ്റെ നിയോഗമായിരുന്നു. അതിപ്പോൾ അവിടെ കഴിഞ്ഞു. ഞാൻ അടിച്ചതോടുകൂടി എനിക്ക് ഉത്തരം കിട്ടിയില്ല എൻ്റെ ചോദ്യത്തിന്. പിന്നീട് എവിടെയൊക്കെ പോകുമ്പോൾ ഈ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെന്നൈയിൽ കപാലീശ്വരം കോവിലിൽ ഞാൻ എപ്പോഴും പോകും. എൻ്റെ സിസ്റ്റർ അവിടെയാണ്. അപ്പം ചെന്നൈയിൽ എപ്പോൾ പോയാലും കപാലീശ്വരം കോവിലിൽ പോകും. ഒരു സമയത്ത് ഒരിക്കൽ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ഷേത്രത്തിൽ പോകാൻ. അവിടുത്തെ ഒരു ദീപാരാധന, എനിക്ക് ഒരു നൃത്തം ചെയ്യുന്ന ഒരു ഫീല് കിട്ടണ ഒരു ദീപാരാധന. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഉള്ളിൽ നൃത്തം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ അവിടെ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോയി എനിക്ക് എന്തോ സാരി എന്തോ നോക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഞാനിങ്ങനെ എന്തോ പറയാ, ബാബ എന്തോ കാര്യം ബാബ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെയർ കയറി പോകുമ്പോൾ ആരോട് സംസാരിച്ച് കയറുന്ന എൻ്റെ മുമ്പിൽ വലിയൊരു ഫോട്ടോ. എന്തിനാണ് അത് സംസാരിച്ചതെന്നും ഒന്നും അറിയില്ല. താഴേന്ന് എന്തോ സംസാരിച്ച് ബാബാജിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംസാരിച്ചിട്ട് കയറി ഈ ഫോട്ടോ. ഞാൻ എത്രയോ സമയം ഇങ്ങനെ തന്നെ നിന്നുപോയി. അങ്ങനെ ആരും അദ്ദേഹം എഴുതി എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ഫോട്ടോ മാത്രം കണ്ടിട്ട്, ഒരു ചിത്രം മാത്രം കണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വേൾഡുണ്ട് എനിക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ വേൾഡിലേക്ക് കൊണ്ടുപോകാൻ ആ ചിത്രത്തിന് സാധിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കറിയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ പാതയിലാണ്. പിന്നീട് പഴനിമലയിൽ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ, അപ്പോൾ ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. ആ കാലത്തൊന്നും ഇങ്ങനെ ഈ പ്രിൻ്റ് എടുത്ത് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണ പറ്റിയിട്ടുള്ള ചിന്തയൊന്നുമില്ല. അപ്പം മലയിൽ നിന്ന് തിരിച്ചിറങ്ങി, മോനുണ്ട്, എൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. ഒരു ഷോപ്പിൻ്റെ പുറത്ത് ഒരു കുഞ്ഞു ഫോട്ടോ, ആ വലിപ്പമുള്ളൊരു ഫോട്ടോ ബാബയുടെ. ഞാൻ കരുതിയത് വിൽപ്പനയ്ക്കുള്ളതാണെന്ന്. അങ്ങനെയാണല്ലോ, കുറേ ഫോട്ടോ ഉള്ള ഷോപ്പാണ്. ഈ ഫോട്ടോ ഉണ്ട്. ഞാനപ്പം പോയി ചോദിച്ചു, ഇത് വേറെ പീസുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇത് എന്താ റേറ്റ്? എനിക്കിതൊന്ന് പാക്ക് ചെയ്തോളൂ. ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുകയാണ് ആ ഫോട്ടോ. എനിക്കറിയില്ലായിരുന്നു അത് അവിടെ
അവരുടെ ആ ഷോപ്പിൻ്റെ മുമ്പിൽ വെച്ച ഫോട്ടോ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവിടെ വേറെ എന്താ പൂക്കളോ അങ്ങനെയൊന്നുമില്ല. ഈ ഫോട്ടോ ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. കുറേ ഫോട്ടോൻ്റെ കൂടെ ഈ ഒറ്റൊരു ഫോട്ടോ, ഇത് മാത്രം ഒരു ഫോട്ടോ. അപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ നോക്കി, ഈ ഫോട്ടോ ആണോ വേണ്ടത് എന്ന് ചോദിച്ചു. സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു. ഇത് വേണ്ടേ? ഞാൻ ഇത് വീട്ടിൽ പൂജ റൂമിലുണ്ട്, എനിക്കിത് വേണം, വേറെ പീസുണ്ടോ, കുറച്ചുകൂടി വലുതുണ്ടോ എന്ന് ചോദിച്ചു. വേണമെന്നില്ല, ഒറ്റ പീസ് എന്നാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പോയിട്ട് തൊഴുതിട്ട് വന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു ഫോട്ടോ വാങ്ങിക്കാൻ നമ്മൾ ഷോപ്പിൽ പോയാൽ ആരെങ്കിലും നമ്മളോട് തൊഴുതിട്ട് വന്നു പറയും. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഷോപ്പിൽ വിഗ്രഹം വാങ്ങിച്ച് എത്ര പേര് പോകും? അവർ പറയുമോ നടയിൽ നോക്കി തൊഴുതിട്ട് വന്നു? ഇല്ല, പറയില്ല. എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പോയി ഇങ്ങനെ നിന്നു, തിരിഞ്ഞ് നിന്ന് തൊഴുതു, അങ്ങോട്ട് നോക്കിയിട്ട് മല നോക്കി തൊഴുതു. അയാൾ പാക്ക് ചെയ്തു, എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ കാലങ്ങളായി ഞാൻ പൂജിക്കുന്ന ഫോട്ടോ ആണിത്. ആദ്യമായിട്ടാണ് ഒരാൾ വന്നിട്ട് ബാബയെ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് ഒരാൾ ഈ ഷോപ്പിൽ വന്ന് ബാബയെ ചോദിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. ഞാനാകെ ഷോക്കായി. അതെന്താ അങ്ങനെ അയാൾ പറയണേ പൂജിക്കുന്ന? ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട സാർ. അപ്പോൾ പറഞ്ഞു വേണ്ട മാഡം എടുത്തോളൂ. ഞാനത് കൊണ്ട് വീട്ടിൽ വരുന്നു. അപ്പോഴും ഞാൻ കരുതുന്ന, എനിക്ക് അന്നും ബാബയെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന കാലമല്ല. ബാബ ഒരു നോർത്ത് ഇന്ത്യൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം ആ കാലത്ത്. അപ്പോഴാണ് ഒരു യൂട്യൂബിലൊരു ലിങ്ക്, വളരെ അടുത്ത ദിവസങ്ങളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ബാബയുടെ ജന്മഗൃഹം പഴനിമലയോട് ചേർന്നുള്ള ആ ഭാഗങ്ങളിലുള്ള ഒരു സ്ഥലത്താണെന്നും, അങ്ങനെ ജന്മഗൃഹമാണോ അല്ലെങ്കിൽ എന്തോ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. എനിക്കത് കൃത്യമായിരിക്കും ഓർമ്മ കിട്ടണില്ല. എന്തായാലും സൗത്ത് ഇന്ത്യൻ ആണെന്ന് മനസ്സിലായി. ഇവിടെ നിന്നാണ് ആൾ പോയതെന്നും അദ്ദേഹത്തിൻ്റെ പിന്നീട് അന്വേഷണം ആ വഴിയിലും കുറേ ഉണ്ടായിട്ടുണ്ട്, ബാബയായിട്ടുള്ള അന്വേഷണം. ഇതൊക്കെ തന്നെ എന്താ പറയുക, അൾട്ടിമേറ്റ്ലി ദി യൂണിവേഴ്സ്, ഞാൻ എൻ്റെ സ്കൂൾ ബുക്കുണ്ടല്ലോ ദി യൂണിവേഴ്സിന് തുടങ്ങിയ ഒരു സഞ്ചാരമാണ് കണക്ട് ചെയ്യപ്പെട്ട് എത്തിയിരിക്കുന്നതെല്ലാം. അപ്പം എന്നെ സംബന്ധിച്ച് ഈ മതം എന്ന് പറയുന്നതൊക്കെ നമ്മൾ, ഇപ്പം ഞാൻ മോഹിനിയാട്ടം പഠിക്കുന്നു, വേറൊരാൾ ഭരതനാട്യം പഠിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു എന്നതൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ ഒരു ആശയം. അങ്ങനെയാണല്ലോ രാഹുൽ. ഇപ്പോൾ രാഹുലിൻ്റെ ഒരു ആശയം, രാഹുൽ അതിൽ വിശ്വസിക്കുന്നു. ചില ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, വിശ്വാസങ്ങളായിക്കോട്ടെ, അങ്ങനെയൊക്കെ എനിക്ക് മതത്തെ ഒക്കെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഇതൊന്നും ഞാനൊരു മതവും, ഒരിക്കലും സൗന്ദര്യലഹരി ഒരു മതവുമായി കണക്ട് ചെയ്തിട്ടല്ല. ഇതെടുത്തു പറയാൻ കാരണം പല ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത് സൗന്ദര്യലഹരി ഒരു ഹിന്ദു മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു ഗ്രന്ഥം. അതല്ല എന്ന് ഞാൻ ഈ ഒരു വേദിയിൽ വെച്ച് പറയുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം അതിനെ ഞാൻ ഉപയോഗിക്കുകയാണ്. അതല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന, നമുക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നൃത്തം കൊണ്ടോ സംഗീതം കൊണ്ടോ വർണ്ണിക്കാൻ സാധിക്കാത്ത, തുടക്കവും അവസാനവും ഇല്ലാത്ത ഈ വിശ്വപ്രപഞ്ചത്തിൻ്റെ കേവലം ഒരു പ്രാണിയായ ഞാൻ വർണ്ണിക്കാൻ ശ്രമിക്കുകയാണ്. വർണ്ണിച്ചു എന്ന് പോലും ഞാൻ പറയില്ല രാഹുൽ, ഒരിക്കലും എവിടെ ഞാൻ പറയില്ല ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ശ്രമമാണ് എൻ്റെ, അങ്ങേയറ്റം താഴെ നിന്നുകൊണ്ടാണ് ശ്രമിക്കുന്നത്. അതിന് വാതിലിങ്ങനെ തുറന്ന് വരുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് ലോകം മുഴുവൻ ഇതെത്തണം. നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണല്ലേ, ബോംബിടുന്നു ഇപ്പുറത്തപ്പുറത്ത്, ബോംബിടുന്നു ഇപ്പുറത്തപ്പുറത്ത്. ഒരു കുഞ്ഞ് നീല ഗ്രഹത്തിൽ നിന്നുകൊണ്ട്, നമ്മുടെ വീടാണിത്, പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിലെടുത്ത് നോക്കുമ്പോൾ ഭൂമി ഒരു ഗ്രഹമാണെങ്കിൽ ഞാനും രാഹുൽ ഈ കുട്ടിയൊക്കെ ഈ വീട്ടിലെ അംഗങ്ങളാണ് അല്ലേ. വ്യത്യസ്ത മുറികളിൽ താമസിക്കുന്നേ ഉള്ളൂ. വലിയ ഒരു വീട്ടിൽ ഗ്രഹം, നമ്മുടെ ഈ മനോഹരമായ ഈ നീലഗ്രഹത്തിൽ വ്യത്യസ്ത റൂമുകളിൽ താമസിക്കുന്ന ഒരമ്മയുടെ മക്കൾ തന്നെയാണ്. ഈ തത്വമാണ് എനിക്ക് സൗന്ദര്യലഹരി എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിനെ ബേസ് നിർത്തിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്. ലോകം മുഴുവൻ എനിക്കിത് പറയണം. ദുബായിൽ ഇത് അവതരിപ്പിക്കാൻ പോയപ്പോൾ നാട്ടിൽ കിട്ടിയതിനേക്കാളും സ്വീകാര്യം അല്ലെങ്കിൽ ഒരു വാം വെൽക്കം എനിക്ക് ദുബായിൽ അവിടുത്തെ അറബി ആളുകൾ തന്നിട്ടുണ്ട്. 3 വട്ടം അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല രാഹുൽ, അവരെങ്ങനെ ഇതെന്താണ് അവർ ഈ ആശയം എങ്ങനെ അവരെടുത്തു എന്ന് എനിക്കറിയില്ല. എന്തിനവർ ഇത്രയും ഡെപ്ത്ലി അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഡീപ്പായിട്ടുള്ളൊരു
കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് സൗന്ദര്യലഹരി കണ്ടിട്ട്. ചുമ്മാ എഴുന്നേറ്റതല്ല, അവരെ എഴുന്നേക്കുന്ന കണ്ടിട്ട് മലയാളികളായ കുറച്ച് പേരുണ്ടായിരുന്നു, അവരും എഴുന്നേറ്റു. അവർ എഴുന്നേക്കുന്ന കണ്ടിട്ട് ആ അറബി വന്ന് സംസാരിച്ചു. എനിക്ക് അറബി അറിയില്ല, ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ പുള്ളിക്കാരൻ, ഞാനൊരു കുഞ്ഞിനെ എടുക്കുന്ന ഒരു സീനുണ്ട്, അതാണ് അയാൾ പറഞ്ഞത്. അതൊന്നും മനസ്സിലാവാൻ പറ്റാണ്ടില്ലല്ലോ ഒരാൾക്ക്. അയാൾക്കത് അത്രയും, അയാളുടെ അമ്മ മരണപ്പെട്ടു, അവർക്ക് മനസ്സിലായി ഇതൊരിക്കലും ഒരു അമ്മയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത് എന്ന് മനസ്സിലായി. അത് വീണ്ടും വീണ്ടും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അൽ നസർ ലെഷർലാൻഡിലായിരുന്നു ഇത് അവതരിപ്പിച്ചത്, സൗന്ദര്യലഹരി ചെയ്തത് അവിടെ. അന്ന് എനിക്ക് ഏറ്റവും അഭിമാനമായിരുന്നു. നമ്മളുടെ നാട്ടിന് പുറത്ത് ഒരു ആചാര്യസ്വാമികളുടെ സൗന്ദര്യലഹരി ചെയ്തിട്ട് സത്യമായിട്ട് പറയാണ്, നമ്മുടെ മലയാളികളായ ആളുകളുണ്ട്, അവർക്കും ഇതിൻ്റെ ഒരു സംഗീതം അങ്ങനെയാണ്. ഇതിൻ്റെ ഒരു മ്യൂസിക് തുടക്കം മുതൽ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഈ ഒരു സംഗീത ശാഖ പോകുമ്പോൾ ഏതൊരാൾക്കും ഒരു മ്യൂസിക് തെറാപ്പി കിട്ടിയ ഫീൽ ഉണ്ടാവണം. ഒപ്പം കണ്ണിന് നൃത്തം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും ഒരു മാസ് ഹിപ്നോട്ടിസം പ്ലാൻ ചെയ്തിരിക്കും. നമ്മുടെ കയ്യിലുണ്ടാവണവർ, എൻ്റെ കയ്യിൽ നിൽക്കണം ആ ഒരു സമയത്ത് എൻ്റെ ആഗ്രഹവും നൃത്തത്തിലൂടെ, സൗന്ദര്യലഹരിയിലൂടെ ഓരോ ആളെയും ഹീൽ ചെയ്യുക എന്നതാണ്. ഞാൻ പറഞ്ഞു, ആഗ്രഹമാണ്, ശ്രമമാണ്, ചെയ്യുമെന്ന് നിർബന്ധമൊന്നുമില്ല, സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വാശിയൊന്നുമില്ല, ശ്രമം മാത്രമാണ്. വളരെ എളിമയോട് ഞാൻ പറയുകയാണ്, എൻ്റെ ശ്രമമാണെന്നുള്ളത്. അപ്പം എനിക്ക് ഒരു 10 വർഷം മുമ്പ് ഗുരുവായൂരിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാനവിടെ മോഹിനിയാട്ടം ചെയ്യുന്ന സമയത്ത് കൃഷ്ണതുലാഭാരം ഒരു ഡാൻസ് പ്രൊഡക്ഷനാണ്, ഒരു മണിക്കൂറുള്ളൊരു പ്രൊഡക്ഷനാണ്. അപ്പം അത് റിഹേഴ്സൽ ടൈമിൽ തന്നെ എന്താ പറയുക, ഞാൻ പഠിപ്പിക്കുന്നൊരു ചേച്ചി ബോധം പോയിട്ട് വീണു. അപ്പം സെയിം അനുഭവം വേദിയിലുണ്ടായി. ആ ചേച്ചി ബോധം പോയി. അവിടെ ഗുരുവായൂരിൽ അന്ന് കാണാൻ വന്ന കുറേ ആൾക്കാർക്ക് വലിയ അനുഭവമായിരുന്നത്. പുലർച്ചയായിരുന്നു, കാണാൻ വന്ന കുറേ പേർക്ക് ബോധം പോകുന്ന വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി വീണ് പോവല്ല, ഈ ചേച്ചി കംപ്ലീറ്റ്ലി ബോധം പോയി ചേച്ചിയുടെ. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം കഴിഞ്ഞു, കർട്ടൻ ഇട്ടു. എൻ്റെ അവസ്ഥ അതിലും ഭീകരമായിരുന്നു. ഇപ്പോഴും എനിക്കറിയില്ല അന്ന് എന്താ എനിക്ക് സംഭവിച്ചതെന്ന്. കർട്ടൻ പൊക്കിയിട്ട് ഫ്രണ്ടിലെ സ്റ്റെപ്പുണ്ട് ഗുരുവായൂരിൽ, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. ആ സ്റ്റെപ്പിൻ്റെ അതിൽ കയറിയിട്ട് ആളുകൾ വന്നു. പക്ഷെ എൻ്റെ അമ്മയും അനിയത്തിമാരൊക്കെ ദൂരെ നിന്ന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ലോകത്ത് നിൽക്കുക. അച്ഛൻ നേരം ഞാൻ കിടപ്പിലതിന് ശേഷം പിന്നെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ളൊരു പെർഫോമൻസ്. ഗുരുവായൂരിലെ ആദ്യത്തെ എൻ്റെ സോളോ ആണ്. അപ്പം അച്ഛൻ നേരെ ഇങ്ങനെ കിടന്ന പോയ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നു, 1 hour ചെയ്യുന്നു. അതിനേക്കാളും ഉപരി കണ്ട് നിൽക്കണ വലിയ അത്ഭുതമായിരുന്നു, പറഞ്ഞാൽ വലിയ അത്ഭുതമായിരുന്നു. ആളുകൾ വന്ന് തൊഴുത് പോകുമായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പിലേക്ക് കയറി വന്നു 3-4 സ്ത്രീകൾ കർട്ടൻ പൊക്കിയിട്ട്. അതിലൊന്ന് എൻ്റെ മുടിയൊക്കെ കെട്ടാൻ വന്നൊരു ചേച്ചിയായിരുന്നു. ആ ചേച്ചി എൻ്റെ ദേഹത്ത് ഇങ്ങനെ വീണു, കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഊർന്നു പോന്നു. ഞാൻ അവരെ തൊടുന്നേ ഇല്ല, ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഞാനൊരു വേറൊരു വേൾഡിൽ പോയി. ഒരു പോയിന്റിൽ എനിക്ക് എവിടെയോ വെച്ചു വാ എന്ന് പറയില്ലേ, വാ തിരിച്ചു വാ, ഞാൻ തന്നെയാണോ പറഞ്ഞ വേറെ ആരും, വാ ഇനി വാതിൽ തുറക്കണ്ട, അടുത്ത വാതിൽ കയറണ്ട, വാ. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, എന്താണ് എനിക്ക് സംഭവിച്ചത്. ഒരു ഗുരു പറഞ്ഞു തന്നു, സ്ഥൂല സമാധി എന്നൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയത്. എനിക്കറിയില്ല എന്താണെന്ന്, സത്യമായിട്ടും എനിക്കറിയില്ല. നിങ്ങൾക്കിവിടെ ചെയ്യാൻ കുറേ കർമ്മം ബാക്കിയുണ്ട്, അതുകൊണ്ടായിരിക്കാം തിരിച്ചു വന്നത്. ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറേ ആൾക്കാർ, ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുക. അത് മേക്കപ്പൊന്നും ഇല്ലാതെ നോർമൽ ഇതുപോലെയായിരുന്നു കയറിയത്. മറ്റൊരു നമ്മളുടെ ഡാൻസ് മേക്കപ്പ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാതെ, അത് എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിരുന്നല്ലോ. ഞാനിങ്ങനെ കരയുമ്പോൾ ഒരു വടകരയിലുള്ളൊരു ആയുർവേദ ഡോക്ടർ, പുള്ളി വന്നിട്ട് ഒന്ന് തൊട്ടോട്ടെ എന്ന് വെച്ചു എൻ്റെ അടുത്ത്. പുള്ളിയും ഭാര്യ ഉണ്ടായിരുന്നു. ഞാൻ ആന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ഇങ്ങനെ തൊട്ടു. അയാൾ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് അയാളുടെ മട്ട് മാറി, എളുപ്പടെ എൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ കണ്ണീരെടുത്ത് അയാളുടെ തലയിൽ വെച്ചു.
എന്നിട്ട് എൻ്റെ കാല് തൊടാൻ പോയി അപ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി ബോധത്തിലെത്തി ഞാൻ. പക്ഷെ എനിക്ക് മനസ്സിലായി ഇത്രത്തോളം ട്രാൻസിലേക്ക് നമ്മൾ പോകും, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത്. നമ്മുടെ കയ്യിൽ വേണം, നമ്മളുടെ ഈ പട്ടം പോലെ പോകും, പക്ഷെ അതിൻ്റെ നൂല് നമ്മുടെ കയ്യിൽ തന്നെ പോകണം, വരണം. പിന്നെ അത് പ്രാക്ടീസ് ചെയ്തെടുക്കായിരുന്നു. പക്ഷെ ഏറ്റവും രസം, ഈ മുടി കെട്ടാൻ വന്ന ചേച്ചിക്ക് ഇപ്പം ഈ അടുത്ത് എൻ്റെ നാട്ടിലുള്ള ചേച്ചിയാണ്, അവർക്കിപ്പോൾ അത് ഓർമ്മയില്ല. മറ്റേ ചേച്ചി അവർക്കിപ്പോഴും അറിയാം, പക്ഷെ അവർ പറയും പറയല്ലേ മേഘ, മേഘ എന്ന് അവരെന്നെ വിളിക്കുക, പറയല്ലേ മേഘ. ഞാൻ പറയും അന്നും ബോധം പോയത് ഓർമ്മയുണ്ട്, പറയല്ലേ മേഘ. എന്നോട് പറയും നീ ചിരിക്കരുത്, നീ ചിരിച്ചാൽ എനിക്ക് ഓർമ്മ വരും, മറ്റേ എനിക്ക് കൃഷ്ണനെ ഓർമ്മ വരും എന്നൊക്കെ പറയും. ചിരിക്കരുത് പറയും. ഇവർക്ക് ഓർമ്മയില്ല. മറ്റവരൊന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മൂമ്മയാണ്. അമ്മൂമ്മ അവരുടെ ഒരു കവറിൽ കുറച്ച് തുണിയൊക്കെ വെച്ച് വളരെ നാട്ടുമ്പുറത്തുള്ളൊരു അമ്മൂമ്മ. നമ്മൾ സാധാരണ ഒരു പണ്ടൊക്കെ കാണുന്ന അമ്മൂമ്മമാരെ പോലത്തെ ഒരു അമ്മൂമ്മ. ഈ തുണിയൊക്കെ സ്റ്റേജിൻ്റെ മേലെ അങ്ങ് കൊണ്ടുപോയി വെച്ച് പുള്ളിക്കാരി കാണുന്ന സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഇതൊക്കെ വരുമ്പോൾ ഇവരിങ്ങനെ സാധാരണ നമ്മൾ വേറൊരു സ്റ്റേജിലാണെങ്കിൽ അവരോട് പറയുമല്ലോ നിങ്ങൾ അങ്ങോട്ട് നിൽക്കുന്നു. ഗുരുവായൂർ അങ്ങനെയൊന്നും പറയില്ലല്ലോ, ഗുരുവായൂർ എല്ലാവരുടെയും ഒരു മണ്ണല്ലേ അത്. ഈ അമ്മൂമ്മ കരഞ്ഞ് കാണുന്നുണ്ട് അവരിങ്ങനെ കരയണിടുന്നത്. പിന്നെ ആരോ പിടിച്ചിട്ട് അവർ പിന്നെ അപ്പോഴത്തേക്ക് അവരുടെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പുലർച്ചെ 6 മണിയാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. അന്നത്തെ ദിവസത്തെ ആദ്യ സ്ലോട്ടായിരുന്നു, രാവിലത്തെ പ്രോഗ്രാം. 6 മണിയാണെന്ന് തോന്നുന്നു എനിക്ക്. 6 മുതൽ 7:30 വരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ മ്യൂസിക് സിസ്റ്റമൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ. അയാൾ കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുക. ഞാനവിടെ സാഷ്ടാംഗം പ്രണമിച്ചു. അയാൾ പറഞ്ഞു ഞാൻ ഒരുപാട് കാലങ്ങളായി ഇവിടെ ഉണ്ട്, ആദ്യമായാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. കാണാൻ കുറച്ച് പേരേ ഉണ്ടായിട്ടുള്ളൂ രാവിലെ ആയതുകൊണ്ട്. ഈ സംഭവം ആളുകൾ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എനിക്ക് എന്താണ് സംഭവിച്ചത്, ഒരു നർത്തകി ട്രാൻസിലേക്ക് കയറുമ്പോൾ നർത്തകിക്ക് ഉണ്ടാവുന്ന മാറ്റവും കാണുന്ന ഓഡിയൻസിനുണ്ടാവുന്ന മാറ്റവും, ചക്ര ഹീലിംഗ് അങ്ങനെയുള്ളൊരു വിഷയത്തിനെ ആസ്പദമാക്കി പുള്ളിയുടെ ഒരു റിസർച്ചായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് കുറേ 1-2 ആൾക്കാരുണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നു. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഇതൊരിക്കലും ഒരു എന്താ പറയുക, നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ആവശ്യപ്പെടുമ്പോഴാണത്. നമ്മുടെ ഉള്ളിൽ പാമ്പും പഴുതാരിയും കുരങ്ങനും ആനയും എല്ലാം ഉണ്ട്. നമ്മുടെ DNA-യിൽ എല്ലാം. ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഇന്ന് കാണുന്ന മനുഷ്യനിലേക്കുള്ള സഞ്ചാരത്തിൽ എല്ലാ മെമ്മറീസും ചിപ്പ് പോലെ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ഉണ്ട്, സസ്യമായത് വരെ നമ്മളിലുണ്ട്. എനിക്ക് പലപ്പോഴും ഞാനൊരു മരമായി ആടുമ്പോൾ എനിക്ക് മരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണനെ അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പെർഫെക്റ്റ്ലി എൻ്റെ ബോഡിയുടെ സ്മെല്ല് മാറിയത് എനിക്കറിയാം. ഇതൊന്നും വെറുതെ പറയല്ല. എന്നെ അടുത്തറിയുന്ന കുട്ടികളോട്, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന കുട്ടികളുണ്ട്, അവർക്കെപ്പോഴും അത്ഭുതമാണ്. എൻ്റെ അമ്മയ്ക്ക് അത്ഭുതമാണ്. എന്തിനാണ്? എൻ്റെ കല ടീച്ചർക്ക് അത്ഭുതമാണ്. കലാവിജയൻ ടീച്ചർ മോഹിനിയാട്ടത്തിൽ ഇന്നുള്ള ഗുരുക്കന്മാരിൽ ഏറ്റവും പ്രായമുള്ള സ്ത്രീ ഗുരുക്കന്മാരിൽ ഒരാളാണ് കലാവിജയൻ ടീച്ചർ. യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും മോഹിനിയാട്ടത്തെക്കുറിച്ച് അത്രയും കാര്യങ്ങൾ ഇന്നും ഇപ്പോഴും ഈ പ്രായത്തിലും യൂട്യൂബിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരാളാണ്. എൻ്റെ ആത്മാവ് തൊട്ട ഒരാളാണ്. ടീച്ചർ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കിത് ഒരുപക്ഷെ ചെയ്യാൻ ഇത്ര എളുപ്പമാകുമായിരുന്നില്ല. ഈ വ്യാഖ്യാനം കണ്ടിട്ട് ഞാൻ എഴുതിയത് വായിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ടീച്ചർ. ഈ ഒരു കഴിഞ്ഞ 4-5 വർഷമായിട്ട് എന്തൊക്കെയാണ് ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോ വരി വായിക്കും എന്നെ നോക്കും ടീച്ചർ. ഇങ്ങനെ കുട്ടി ഇതെങ്ങനെയാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ചത്, ഒരു ഗ്രന്ഥത്തിലും ഇല്ല, ഇങ്ങനൊരു വ്യാഖ്യാനം ഇല്ല എന്ന് പറയും. ഫൈനലി കുറച്ച് ദിവസം കഴിഞ്ഞ് ടീച്ചർ എന്നോട് വിളിച്ച് പറയും, മോൾ പറഞ്ഞത് ശരിയാണ്, ആ റൂട്ട് അത് തന്നെയാണ് വേണ്ടത്. അങ്ങനെ തന്നെയാണ്. മണ്ണിൽ നിന്ന് വെള്ളം വന്ന് പിന്നെ ചളിയായി, ചളിയിൽ നിന്നാവാം കരയിൽ
ജീവൻ്റെ തുടിപ്പ്. കടലിൽ വേറെ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്, കരയിൽ ഭൂമി ഉറപ്പായിട്ടും ഋതുമതിയായിട്ടുണ്ടാവും. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിൽ എത്തണ്ടേ, സ്ത്രീ ആകുന്നതിന് മുമ്പ് ഉണ്ടായില്ലേ. ഭൂമിയും നമ്മളെപ്പോലെ തന്നെ പോവാണല്ലോ അല്ലേ. ഒരു ജീവൻ, ഒരു പെൺകുട്ടി വളർന്ന ഭൂമിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ ഭൂമി എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഭൂമി ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് സെൻസ് ചെയ്യാറുണ്ട്. നമ്മളോടിപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലൊരു ചേച്ചിയോട് പറയാണ്, ഭൂമി എന്ന് പറഞ്ഞാൽ അവരുടെ കാഴ്ച എന്താണ്? 10 സെൻറ്റ് ഭൂമി, എനിക്ക് ഒരു 20 സെൻറ്റ് ഭൂമി ഉണ്ട് അല്ലേ. ആ കാഴ്ചയിൽ കാണരുതെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട് അല്ലേ. അതല്ല എൻ്റെ വ്യാഖ്യാനം. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ മാമിന് തന്നെ ഒരു 10-200 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൗന്ദര്യലഹരി പഠിക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും സ്റ്റുഡൻസ്? സൗന്ദര്യലഹരി മാത്രമല്ല, മോഹിനിയാട്ടം പഠിക്കാൻ, അങ്ങനെയാണ്. അതെ, മോഹിനിയാട്ടം പഠിക്കാൻ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഏത് പ്രായക്കാരെയും എനിക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു ശൈലി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അത് ആ രീതിയിൽ തന്നെ പോവാറുണ്ട്. അവർക്ക് എന്താണോ, ചില കുട്ടികൾ വർണ്ണം പഠിക്കാൻ വരുന്ന ആളുകളുണ്ടാവും യുവജനോത്സവത്തിന്. അങ്ങനെ ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടി പഠിപ്പിച്ച് പോവുക എന്നതല്ല, അതിനോടല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ആ രീതിയിലും പഠിപ്പിക്കാറുണ്ട്. സീരിയസ് ആയിട്ട് ഞങ്ങളുടെ ശൈലി പഠിക്കണം, മോഹിനിയാട്ടത്തിൻ്റെ ആഴവും പരപ്പും ഒക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. വ്യത്യസ്ത ആശയങ്ങളുമായിട്ട് വ്യത്യസ്ത രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, പെട്ടെന്ന് സ്റ്റേജിൽ കയറണം എന്നുള്ളത്. അത് ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് അവരതിനെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചൊക്കെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. ആര് വന്നാലും എൻ്റെ ഉപജീവന മാർഗമാണല്ലോ തീർച്ചയായിട്ടും. എവിടെയായിട്ടാണ് മാമിൻ്റെ ഇത് വരുന്നത്? തലശ്ശേരിയിലാണ്. ഓൺലൈൻ എല്ലാ സ്ഥലത്തും, ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്. വീട്ടമ്മമാർ ആണ് കൂടുതലും. എനിക്ക് വലിയ ഇഷ്ടമാണ് വീട്ടമ്മമാരെ പഠിപ്പിക്കാൻ. അതിനപ്പുറത്തേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാമിൻ്റെ ഇപ്പോൾ സൗന്ദര്യലഹരിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആർട്ട് ഫോം പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു, അതെന്നാണ്? അത് മെയ് 31-ന് ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാത്രി 7 മണിക്കാണ് വരുന്നത്. സൗന്ദര്യലഹരി പഠിപ്പിക്കുമെന്ന് നേരത്തെ ചോദിച്ചില്ലേ. സൗന്ദര്യലഹരി പഠിപ്പിക്കാൻ അത് വന്നാൽ, ഒരാൾ പഠിക്കണം എന്ന് പറഞ്ഞ് വന്നാൽ, ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ എൻ്റെ വ്യാഖ്യാനം പഠിക്കാൻ അവരർഹരാണ് എങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം. അതിന് ആ പറഞ്ഞ ആശയത്തെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളീ പറഞ്ഞ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചലനമായവളെക്കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നാൽ അറിയുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല വ്യത്യസ്ത ഭാവങ്ങളെ പറ്റി അറിയാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കഴിയുന്നത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മറ്റൊരു എപ്പിസോഡായിട്ട് മീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. താങ്ക് യു. സന്തോഷം. എനിക്കും രാഹുലിനെ കാണാനും ഇവിടെ വരാനും എൻ്റെ ആശയം പങ്കുവെക്കാനും ഈ ഒരു അവസരം ഒരുക്കിയതിനും ഒരുപാട് നന്ദി. ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.